ഒന്നാമത്തെ ചോദ്യം, സഹോദര, എന്തിനാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്? അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലം ലഭിക്കുന്നതിനു വേണ്ടിയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നീ നബിദിനം ആഘോഷിക്കുന്നത്. നിന്റെ കാഴ്ചപ്പാടിൽ നബിദിനം ആഘോഷിക്കുക എന്നത് നന്മയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ നന്മ അറിയില്ലായിരുന്നു, ഇത് നിനക്കു മാത്രം അറിയാവുന്ന നന്മയാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം നിനക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ കൂടുതൽ വിവരമുള്ളത് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നേക്കാൾ വിവരം കുറഞ്ഞവരാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിന്നോളം വിവരമില്ല എന്ന് നീ പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിലെ നിന്റെ സ്ഥാനം? ഇനി നീ പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു, പക്ഷെ അവിടുന്ന് അത് പ്രവർത്തിക്കാതിരുന്നതാണ്. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയാണ് നീ പറയുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തെക്കാൾ നിന്റെ പ്രവർത്തനമാണ് നല്ലത് എന്നാണ് നീ പറയുന്നത്. റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നന്മയാണ് എന്ന് മനസ്സിലായിട്ടും അവിടുന്ന് പ്രവർത്തിച്ചില്ല, പക്ഷേ നീ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രവർത്തനങ്ങൾ, ഇബാദത്തുകൾ, നന്മകളുടെ കണക്കെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ചില നന്മകൾ നീ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല മാർഗത്തിലാണ് നീ ഉള്ളത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എത്ര ഗൗരവമുള്ള വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖുത്ബകളിലും പറഞ്ഞിരുന്നു, വഖൈറുൽ ഹദി ഹദിയു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമാണ്. ഇനി നീ പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞിരുന്നു, പക്ഷേ പ്രവർത്തിച്ചില്ല. മാത്രമല്ല അവിടുന്ന് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തില്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നീ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നന്മ അറിഞ്ഞതിന് ശേഷവും അത് അവിടുന്ന് പുറത്തേക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് നീ പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നീ ഏറ്റവും ഗുരുതരമായ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം ദീനിൽ നിന്ന് മറച്ചു വച്ചിരിക്കുന്നു എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മേൽ ഗുരുതരമായ കളവ് പറഞ്ഞിരിക്കുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കുകയും അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത ഒരു നന്മ, അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു നന്മ, അവിടുന്ന് സ്വഹാബികളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ നിനക്കു മനസ്സിലായി എന്ന് പറഞ്ഞാൽ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരമില്ലാത്തവനാക്കിയിരിക്കുന്നു. അവിടുന്ന് അള്ളാഹുവിന്റെ ദീനിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നേരെ നാവുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അതാണ്.